ശിവന്റെ അലങ്കാരം ചുടലഭസ്മമാണ്. കാമനകളെ ജയിച്ചതിന്റെ പ്രതീകമാണത്. ഭസ്മം നെറ്റിയിലണിയുമ്പോൾ ശരീരത്തിന് അതിൻ്റെ ഔഷധഗുണം ലഭിക്കുന്നതിനു പുറമെ മനസ്സിലും ശരീരത്തിൻ്റെ നശ്വരതയെ പറ്റിയുള്ള ഉണർവും ഉണ്ടാകുന്നു. ഈ ശരീരം വേഗം നശിക്കുമെന്നും ശരീരം നശിക്കുന്നതിനു മുൻപ് നല്ല കാര്യങ്ങൾ എത്രയും വേഗം ചെയ്തു തീർക്കണമെന്നും ഓർക്കാനത് നമുക്ക് പ്രേരണ നൽകുന്നു. പല ദേവീദേവന്മാരുടെയും ബാലരൂപത്തിലുള്ള പ്രതിഷ്ഠകൾ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുണ്ട്. എന്നാൽ ഗണപതിയുടെ ശിരസ് ഛേദിക്കുന്നതിന് മുൻപുള്ള രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം വളരെ കുറവാണ്. അത്തരത്തിൽ മനുഷ്യമുഖമുള്ള ഗണപതിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ ആദിവിനായക ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ പിതൃതർപ്പണം നടത്താൻ ധാരാളം പേർ എത്തിച്ചേരാറുണ്ട്. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അതിപുരാതന കാലം മുതൽ മാതൃദേവതമാരെ പല രൂപഭാവങ്ങളിൽ ആരാധിച്ചിരുന്ന സമൂഹമാണ് ദ്രാവിഡ സമൂഹം. അതുകൊണ്ടുതന്നെ കേരളത്തിൽ ദേവീക്ഷേത്രങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. മലയോരങ്ങളും തീരദേശങ്ങളും ഗ്രാമനഗരങ്ങളുമെല്ലാം ദേവീക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. കാലമിതെത്രയും കാണു ഞാൻ തൊഴുതിട്ടും എന്തേ വിഴി തുറക്കാത്തോ, അമ്മേ പൂമിഴി നീ തുറക്കാത്തു. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട താലൂക്കിൽ ഊരൂട്ടമ്പലം പെരുമള്ളൂർ സ്ഥിതി ചെയ്യുന്ന ഇടത്തറ ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രം. കാളി ജയ കാളി നമസ്തേ, ശ്രീ കുരുംബ കാളി നമസ്തേ, ശ്രീതിലകം ചാർത്തിയ ദേവി ശിവനന്ദിനിയായൊരു കാളി കൊടുങ്ങല്ലൂരമ്മ വരുന്നുണ്ട്. പൂർവകാലത്ത് കണ്ടല കുടുംബം വകയായിരുന്ന ചെറിയ ആരാധനാ സ്ഥാനമായിരുന്നു ഇവിടം. വിശാലമായ പാടങ്ങൾക്ക് സമീപമുള്ള മൈതാന സദൃശ്യമായി കിടക്കുന്ന ഈ പ്രദേശം ആടുമാടുകളെ മേയ്ക്കുന്നവരുടെ വിശ്രമ സങ്കേതം ആയിരുന്നതിനാലാണ് ഇടത്തറ എന്ന പേര് വന്നത് എന്നാണ് സങ്കല്പം. അമ്മയായി സൽക്കർമ്മ മർമ്മമായി ഭക്തർക്ക് നന്മ തൻ വഴി കാട്ടി നിൽപ്പതും നീ. കുടുംബാരാധനാമൂർത്തിക്ക് ആണ്ടുതോറും കൊടിതി നടത്തുക എന്ന പഴയകാല കാവ് സമ്പ്രദായങ്ങളുടെ ആരാധനാരീതി അനുവർത്തിച്ചു വന്നിരുന്ന ഈ പ്രദേശത്ത് ഒരാൽമരം ഉണ്ടായിരുന്നതിനാൽ നാട്ടുകാർ അതിനു ചുവട്ടിൽ വിളക്കുവച്ചും പ്രാർത്ഥിച്ചും ആരാധനാമൂർത്തിയെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. കാലക്രമത്തിൽ നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ക്ഷേത്ര ചടങ്ങുകൾ വിപുലമായി. പാടങ്ങൾ കൊയ്തൊഴിയും വേളയിൽ വിളവെടുപ്പിന്റെ നിറവിൽ പച്ച പന്തൽ കെട്ടി ഉത്സവാഘോഷങ്ങൾ തുടങ്ങി. പിന്നെ ഇവിടം ക്ഷേത്രമായി രൂപപ്പെടാൻ അധികകാലം വേണ്ടി വന്നില്ല. പൂരനാളിൽ ദിവ്യദർശനം നേടുവാൻ അമ്മ തൻ സവിധത്തിലെത്തുവോർക്കായി. പൂരനാളിൽ ദിവ്യദർശനം നേടുവാൻ അമ്മ തൻ സവിധ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദേവീക്ഷേത്രങ്ങളുടെ ആരാധനാ സമ്പ്രദായങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ കുറച്ചൊക്കെ സാമ്യങ്ങളും ധാരാളം വൈവിധ്യങ്ങളും നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഒരു കാലത്ത് കേരളം എന്നത് നിരവധി നാട്ടുരാജ്യങ്ങളായി ചിതറിയും പല പല രാജാക്കന്മാരാൽ ഭരിക്കപ്പെട്ടും കിടന്നതുകൊണ്ട് തന്നെ മാതൃപൂജയിൽ വിഭിന്നമായ ശൈലികൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതിനും പുറമെ ദേവദാസ സങ്കല്പത്തിനനുസരിച്ചുള്ള ആരാധനാ രീതികൾ കൂടിക്കലർന്നു കിടക്കുന്നതിനാൽ ഓരോ ദേവീക്ഷേത്രങ്ങളും തനതായ വൈവിധ്യങ്ങൾ പുലർത്തുന്നു. എല്ലാ വർഷവും കാളിയൂട്ട് മഹോത്സവവും 3 വർഷത്തിലൊരിക്കൽ ദിക്കുബലി മഹോത്സവവും 6 വർഷത്തിലൊരിക്കൽ പറണേറ്റ് മഹോത്സവവുമാണ് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ദിക്കുബലിക്കായി ദേവി 4 കരകളിലേക്കായി പോകുമ്പോൾ ദിക്കുബലിക്കളങ്ങളിൽ ദേവിയെ സ്വീകരിക്കുന്നത് ആയിരക്കണക്കിന് ആൾക്കാരെ താലപ്പൊലിയുമായി നിന്നാണ് ദേവിയെ സ്വീകരിക്കുന്നത്. ഓരോ കാളിയൂട്ട് മഹോത്സവവും കഴിയും തോറും ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ അളവ് വളരെയധികം കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്തെ ദേവീക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ വെളിവാകുന്ന വസ്തുതകൾ ഏറെ രസകരമാണ്. ഇവിടുത്തെ ദേവീക്ഷേത്രങ്ങൾ പല വിഭാഗത്തിൽപ്പെടുന്നു. പാർവതി, ദുർഗ, ചാമുണ്ഡി, ഭദ്രകാളി, വാരാഹി എന്നീ ഭാവങ്ങളിലെല്ലാം ആരാധന നടത്തുന്ന ക്ഷേത്രങ്ങൾ ഉണ്ടിവിടെ. ഇതിൽ ഭദ്രകാളി ക്ഷേത്രങ്ങൾ തന്നെ വിവിധ തരത്തിലുള്ളവയാണ്.
പഴയകാലത്തെ കാവുകളും കുടുംബാരാധനാ സ്ഥാനങ്ങളും ക്ഷേത്രം രൂപം പ്രാപിച്ചവയാണ് ഒരു വിഭാഗം. മറുവിഭാഗത്തിൽപ്പെട്ടവ മുടിപ്പുരകൾ എന്ന താൽക്കാലിക ആരാധനാ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളായി പരിണമിച്ചവയാണ്. ആദ്യ വിഭാഗത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഇടത്തറ ഭദ്രകാളി ക്ഷേത്രം. കാവുകളും കുടുംബാരാധനാ സ്ഥാനങ്ങളും ഭദ്രകാളി ക്ഷേത്രമായി മാറുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഇവിടെയും സംഭവിച്ചു. ഭദ്രകാളിയുടെ ജന്മോദ്ദേശമായ ദാരുക നിഗ്രഹം പുനരാവിഷ്കരിക്കുന്ന അനുഷ്ഠാന കലകൾ ഉത്സവ ചടങ്ങുകളിലെ പ്രധാന ഘടകങ്ങളായി മാറി. അങ്ങനെ പറണേറ്റും നിലത്തിൽ പോരുമെല്ലാം ഉത്സവത്തിന്റെ ഭാഗമായി. എന്നാൽ ആദ്യകാലത്തെ മുടിപ്പുര സമ്പ്രദായത്തിന്റെ പിന്തുടർച്ചയായി ഭദ്രകാളി പാട്ട് ഇന്നും നിലനിൽക്കുന്നു. തികച്ചും കേരളീയ വാസ്തുരീതിയിൽ പണികഴിപ്പിച്ച മനോഹരമായ ക്ഷേത്രമാണ് ഇടത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. എന്നാൽ സാധാരണ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ നിത്യപൂജകൾ ഇല്ല. ചൊവ്വ വെള്ളി ദിനങ്ങളിൽ സായാഹ്ന പൂജ നടത്തപ്പെടുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചപൂജയും അന്നദാനവുമുണ്ട്. മലയാള മാസം 1-ാം തീയതി, മറ്റ് ഹൈന്ദവ വിശേഷ ദിനങ്ങൾ മുതലായ വേളകളിൽ അതിനനുസരിച്ചുള്ള പ്രത്യേക പൂജകളും ചടങ്ങുകളും നടത്തപ്പെടുന്നു. മീനമാസത്തിലെ ഉത്രം നാളിൽ കൊടിയേറി 8-ാം നാൾ ആറാട്ടോടെയാണ് ഓരോ വർഷവും കാളിയൂട്ടുത്സവം അവസാനിക്കുന്നത്. മൂന്ന് വർഷത്തിലൊരിക്കൽ ദിക്കുബലി നടക്കും. 4 കരകളിലാണ് അമ്മ തിരുമുടിയേറി എഴുന്നള്ളി വരുന്നത്. 6 വർഷത്തിലൊരിക്കലാണ് പറണേറ്റ്. കാവ് സമ്പ്രദായം നിലനിന്ന കാലത്ത് തന്നെ പൊങ്കാല ഇവിടെ വിശേഷ ചടങ്ങായി നടത്തപ്പെട്ടിരുന്നു. വലിയ വാർപ്പിൽ പൊങ്കാലയിട്ട് വാത്തി സമുദായത്തിൽപ്പെട്ട പൂജാരി പൊങ്കാല വിളയാടുന്ന സമ്പ്രദായമായിരുന്നു ആദ്യം. എന്നാൽ ഇന്നത് കൂടുതൽ ജനകീയമായി മാറിയിരിക്കുന്നു. തിരുമുടി വരുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പ്രധാന ഇതുണ്ടെന്ന് പറഞ്ഞാൽ പൊങ്കാല വഴിപാടാണ്. പൊങ്കാല ഈ ഉത്സവം 7 ദിവസത്തെ ഉത്സവം, 7 ദിവസത്തെ ഉത്സവം ഉണ്ടായ ആ 7 ദിവസത്തെ ഉത്സവത്തിൽ പൊങ്കാല വഴിപാടാണ് പ്രധാനമായ ഒരു വഴിപാടായി എന്ന് പറഞ്ഞാൽ പൊങ്കാല വാർപ്പിൽ, വലിയ വാർപ്പിൽ പൊങ്കാല ഇട്ടിട്ട് പരവനാശൻ എന്ന് പറയുന്ന ആ വാത്തിയാണ് ഇവിടുത്തെ മുഖ്യ കാർമ്മികത്വം. അദ്ദേഹം ഈ പൊങ്കാല വിളയാടും. ഈ തെങ്ങും പൂ കൊണ്ട് പൊങ്കാല കോരി ദേഹത്ത് മുഴുക്കെ അടിക്കും. അങ്ങനെ ഒരു ചടങ്ങായിരുന്നു. അത് കാണാൻ ഇവിടെ പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു. ആദ്യകാലത്ത് വാളും കുറുവടിയുമായിരുന്നു ദൈവസങ്കല്പത്തിൽ ആരാധിച്ചിരുന്നത്. പിന്നീട് തിരുമുടി നിർമ്മിച്ചുവെങ്കിലും ഒരു പ്രാദേശിക സംഘർഷത്തിൽ അത് തകർക്കപ്പെടുകയും കുറേ വർഷം ഉത്സവം മുടങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നീട് വന്ന കമ്മിറ്റികൾ ക്ഷേത്രം വിപുലമാക്കുകയും 50 സെന്റോളം ഭൂമി വാങ്ങുകയും പുതിയ തിരുമുടി പണിയിക്കുകയും ചെയ്തു. അങ്ങനെ ഉത്സവാഘോഷങ്ങൾ പുനരാരംഭിക്കപ്പെടുകയും പ്രദേശവാസികളുടെ ഭക്തിയും സഹകരണവും കൊണ്ട് വൈപുല്യം നേടുകയും ചെയ്തു. മുട്ടോളമെത്തുന്ന കേശഭാരം ഇഷ്ടവരം തരും തൃക്കരങ്ങൾ. ഇടത്തറ ശ്രീ ഭദ്രകാളി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, ഭക്തരുടെ ആശാകേന്ദ്രം എന്നതിലുപരി കേരളത്തിലെ ക്ഷേത്ര പരിണാമ ചരിത്രം വിളിച്ചോതുന്ന സ്ഥാപനവും കൂടിയാണ്.
ഈ പുണ്യഭൂമിയിൽ കുടികൊള്ളുന്ന ശ്രീ ഭദ്രകാളി ഈ നാടിനെയും ഈ തിരുനടയിലെത്തുന്ന ഭക്തരെയും ഈ ചരിതം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.